അപ്പോൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടില്ലായിരുന്നു ചെക്കപ്പ് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഷോപ്പിംഗ് വലുതായിട്ടൊന്നുമല്ല. എന്തായാലും നമ്മൾ ഡെലിവറി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒന്നെങ്കിൽ സ്കൂൾ ഉറപ്പ് എന്തായാലും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ട് അങ്ങ് പ്രസവിക്കാൻ പോയിട്ട് സമാധാനം ഉണ്ടല്ലോ. അപ്പോൾ അവനുണ്ട് ലഞ്ച് ബോക്സും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എസ് ഭാരതി കയറി. എസ് ഭാരതി എല്ലാവരും കയറില്ല, നമ്മൾ ലാലേട്ടൻ ഉദ്ഘാടനം എസ് ഭാരതിയിലേക്ക് കയറി. അവിടെ ചെന്ന് എനിക്ക് ഒരുമാതിരി കിളിപോയ അവസ്ഥയായിരുന്നു. അത് മാത്രമല്ല പുറത്ത് ചൂടെന്ന് ഒതുങ്ങി എസ് ഭാരതിനുള്ളിൽ കയറിയപ്പോഴാണ് വലിയ തണുപ്പില്ലായിരുന്നു, എന്നാലും പുറത്തെ ചൂടിലൊരു ആശ്വാസം സത്യം പറയുന്നതിനകത്ത് കയറിയപ്പോഴായിരുന്നു. പിന്നെ തുണിക്കടയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച് പോയതിനെക്കാട്ടി കൂടുതൽ സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ട് ഇറങ്ങുമല്ലോ, സ്വാഭാവികം. അതെല്ലാം കഴിഞ്ഞപ്പോൾ സമയം 2:30 മണിയായി. ഞാൻ ഈ കാത്തിരിക്കുന്ന ആഹാരത്തിന് വേണ്ടിയാണ്. വിശന്ന് പണ്ടാരം അടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ബിരിയാണി കൊണ്ടുവന്ന് മഹാലക്ഷ്മിയിലാണ് കയറിയത്. കരുനാഗപ്പള്ളിയുള്ള സത്യം പറഞ്ഞ ഒരു വകയ്ക്ക് കൊള്ളത്തില്ലായിരുന്നു, അരി വെന്തില്ലായിരുന്നു, മസാലയൊക്കെ ഒരുപാട് ചെവയായിരുന്നു. എനിക്ക് ഫുള്ള് കഴിച്ച് തീർക്കാൻ പറ്റും. സാധാരണ ഞാൻ ബിരിയാണി എന്ന് പറയുമ്പോൾ എത്ര കൊള്ളത്തില്ലെങ്കിലും ഞാൻ നന്നായിട്ട് കഴിക്കും, പക്ഷേ ഇത് തിന്നാനേ പറ്റിയില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ക്ഷീണിച്ച് വീട്ടിലെത്തി. അപ്പോൾ അത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട കൂടെ മറക്കല്ലേ. ബായ്.